ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ സിറ്റിയിൽ നിന്ന് സ്റ്റണ്ട് റേസ് നടക്കാൻ പോവാണ്. സ്റ്റണ്ട് റേസ് പറഞ്ഞാൽ നമ്മൾ ആ സ്റ്റണ്ട് റേസിൽ ജയിച്ച 5 കോടി രൂപ കിട്ടും. 50 മില്യൺ അത്രേ കിട്ടും ഗൈസ്. പിന്നെ ആ സ്റ്റണ്ട് റേസിനെ ഒറ്റയ്ക്ക് കളിക്കണം കേട്ടോ. അതാണ് ഈ ഇത്തിരി സീന്. ഒറ്റയ്ക്ക് കളിക്കുന്നത് സത്യം പറഞ്ഞാൽ നല്ലത്. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വെറുതെ ടൈം വേസ്റ്റ് ആവും. അതാണ് നമുക്ക് ഇനി നേരെ സ്റ്റണ്ട് റേസിൻ്റെ ഏരിയയ്ക്ക് പോവാം. സ്റ്റണ്ട് റേസ് പിന്നെ പെട്രോൾ പമ്പിൻ്റെ അവിടെ ആയിട്ടാണ് വരുന്നത്. നമുക്കിനി നേരെ അവിടേക്ക് പോവാം. ഗൈസ്, അങ്ങനെ ഞാൻ എന്താ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്, പെട്രോൾ പമ്പിൻ്റെ അവിടെ. ഇതാണ് ഈ സ്റ്റണ്ട് റേസ്. മേലെ കുറേ സാധനങ്ങളുണ്ടാവും. ഇതാണ് ഈ സ്റ്റണ്ട് റേസ്. അല്ല, അതിപ്പോൾ എങ്ങനെ മേലേക്ക് പോവുക? അതാണ് ഇത്തിരി പാട്. അങ്ങനെ മേലേക്ക് പോവാമെന്ന് അറിയില്ലല്ലോ ഗൈസ്. നമുക്കിനി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മേൽക്കറ നോക്കാം ഗൈസ്. ഇവിടെ ഒരു ജെറ്റ് പാക്ക് പോലത്തെ സാധനമുണ്ട്. അത് ജെറ്റ് പാക്കാണ്. നമുക്ക് ഈ കാര്യം ചെയ്യാം. ആരുടെയോ ജെറ്റ് പാക്കാണിത്. അത് സീനില്ല. നമുക്ക് ഈ ജെറ്റ് പാക്ക് അങ്ങ് എടുത്ത് മേലേക്ക് പോവുക ഗൈസ്. എവിടെ സ്റ്റണ്ട് റേസ്? അത് അവിടെ തന്നെയുണ്ട്. എൻ്റെ മോനെ, നമ്മൾ ഹയാബൂസ ബൈക്കിലൊക്കെയാണ് സ്റ്റണ്ട് റേസ് കളിക്കാൻ പോണേ. ഇനി നമുക്ക് നേരെ ഇവിടെ നിന്ന് ഇറങ്ങാം. യെസ് ഗൈസ്, നമുക്കങ്ങനെ ഹയാബൂസ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി നേരെ ഹയാബൂസയിൽ കയറാം ഗൈസ്. അങ്ങനെ നമ്മൾ ഹയാബൂസയിലൊക്കെ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടെ നിന്ന് പോവാം. ഓക്കെ, ഇവിടെ എന്തോ ഒരു എന്തോ ഒരു സർക്കിൾ പോലത്തെ സാധനമുണ്ട്. അതൊന്നും കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ ആ സാധനത്തിൽ വണ്ടി ഓടിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. ഗൈസ്, ഈ വഴി കാണാൻ നല്ല സുഖമുണ്ട് കേട്ടോ. ഇതിൽ കൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോഴാണ് നല്ല സുഖം. ഒരു മിനിറ്റ്, ഞാൻ ചെക്ക് പോയിൻ്റ് എടുത്ത് നോക്കട്ടെ. യെസ്, നമ്മളങ്ങനെ ചെക്ക് പോയിൻ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ചെക്ക് പോയിൻ്റ് ഉള്ളതുകൊണ്ട് ഭാഗ്യം. ചെക്ക് പോയിൻ്റ് ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ചെക്ക് പോയിൻ്റ് ഉള്ളതുകൊണ്ട് ഭാഗ്യം. നമുക്ക് ഇതിൽ പിന്നെ അൺലിമിറ്റഡ് ചാൻസ് ആണ്. നമ്മൾ താഴെ വേണം കുഴപ്പമില്ല, ചെക്ക് പോയിന്റിൽ തന്നെ ഉള്ളൂ. ഇതൊരു ട്രാപ്പാണോ? ഇതിൽ 2 വഴിയുണ്ട്, ഒരെണ്ണം ട്രാപ്പാണ്. നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പോവാം. ഇതായിരിക്കും വഴി. ഇതൊന്നും മനസ്സിലാവണില്ല ഗൈസ്. ഞാൻ ആ വഴി കൂടെ പോയി നോക്കിട്ടോ, അപ്പോൾ അതൊരു ട്രാപ്പായിരുന്നു. ഈ വഴിയാണ് ശരിക്കത്തെ വഴി. അയ്യോ, ബെസ്റ്റ്. നമ്മളറിയാണ്ട് അങ്ങനെ ചാടി. ഇതെന്താ വണ്ടി തിരിച്ചിട്ടൊക്കെ പോകണം. നമുക്കിനി ഒരു കാര്യം ചെയ്യാം, അതിൽ കൂടെ അങ്ങ് പോവാം. എനിക്ക് ഈ വഴി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല മരവും നല്ല സുഖമുണ്ട്. നല്ല ടണലുണ്ട് അവിടെ, അതുകൊണ്ട് നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് സീനില്ല. ഈ വെയിലത്ത് തന്നെ ഈ സ്റ്റണ്ട് റേസ് ഒന്ന് കംപ്ലീറ്റ് ആക്കണം. വല്ല മഴയോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ മതി. മഴ ഇപ്പോൾ വരുമൊന്നുമില്ല. അയ്യോ, വണ്ടി ഇടയിൽ പെട്ടാ. ശരി. അയ്യോ, ഞാൻ പടിക്ക് പോയത് തന്നെ. ചെക്ക് പോയിന്റിൽ ഭാഗ്യത്തിന് വീണു. അതുകൊണ്ട് സീനില്ല ഗൈസ്. ഞാൻ എങ്ങനെയൊക്കെയോ ആ വണ്ടി ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇതിൽ കൂടെ അങ്ങ് പോവാം. ഇതാണ് ഇതിൽ കൂടെ അല്ലേ വഴിയാ? കറക്റ്റാണ് ഗൈസ്, ഇതിൽ കൂടെ വഴി. ഇവിടെയും മറ്റേ ഒരു സർക്കിൾ പോലത്തെ ഒരു സാധനമുണ്ട് ഗൈസ്. ഇത് കണ്ടാ? ഇത് മറ്റേ പോയ വീഡിയോയിൽ സ്റ്റണ്ട് റേസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്റ്റണ്ട് റേസിൻ്റെ സാധനം കൊണ്ടായിരുന്നു, അങ്ങനത്തെ സ്പിന്നർ പോലെ. പക്ഷെ ഇത് അതിനെ പോലെ ഹാർഡൊന്നും അല്ല കേട്ടോ. ഇതിൽ കുറച്ച് സ്പിന്നറൊക്കെ ഉള്ളൂ, അതുകൊണ്ട് അത്ര ഹാർഡൊന്നും അല്ല. ഓക്കെ, അങ്ങനെയൊക്കെയോ ഇവിടെ അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ചെക്ക് പോയിൻ്റ് ഇരിക്കുന്നുണ്ട്. നമുക്ക് ഈ ചെക്ക് പോയിൻ്റ് അങ്ങ് എടുക്കാം. എന്താണ് ടൈറ്റ് റോപ്പല്ല, ഇത് റോഡാണ്. ഇതിൻ്റെ മേലെ കൂടെ അങ്ങ് പോവാം. ഏതാ വഴി? ഏതിൽ കൂടെ പോകണ്ടേ? ഇതിൽ കൂടെയാണോ അതിൽ കൂടെയാണോ? ഏതാണോ? അവിടെ ഒരു ചാട്ടമുണ്ട്. ചിലപ്പോൾ അത് ട്രാപ്പായിരിക്കും, പറയാൻ പറ്റില്ല ഗൈസ്. അത് കറക്റ്റ് തന്നെയാണ്, അത് ട്രാപ്പാണ്. ഇനി നമുക്ക് ഇതിൽ കൂടെ അങ്ങ് പോവാം കേട്ടോ ഗൈസ്. ഇതിൽ കൂടെ അങ്ങ് പോവാം. അയ്യോ, ഈ വണ്ടി എന്താ വെറുതെ പെടണേ? എനിക്ക് വണ്ടി പെടുന്നത് ഇഷ്ടമാവണില്ല, അതാണ് ഇത്തിരി സീന്. ഓക്കെ, നമുക്കിനി ആ ഒരു കാര്യം ചെയ്യാം. ആ സ്ഥലത്ത് കൂടെ പോവാം, ആ വഴി കൂടെ പോവാം. നമുക്ക് ലെഫ്റ്റ് എടുത്തിട്ടാണ് ശരിക്കും പോകേണ്ടത്. ഞാൻ റൈറ്റിൽ പോയി നോക്കിയപ്പോൾ അവിടെ മറ്റേതുണ്ടായിരുന്നു, എന്താ പറയുക, ട്രാപ്പ് ഉണ്ടായിരുന്നു. ആ ട്രാപ്പിൽ പോയി ചത്തേനെ. ഭാഗ്യത്തിനൊന്നും ആയില്ല. ഇവിടെ പിന്നെ ഷിൻചാനും ഡോറേമോനും നമ്മുടെ കൂടെ ഇല്ല, അതുകൊണ്ട് ഭാഗ്യം. 2 സ്കൂളിൽ പോയിട്ടുണ്ട്.
രണ്ടെണ്ണവും വന്നാൽ പിന്നെ എനിക്ക് അവിടേക്ക് പോവോ ഇവിടേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവരെന്നെ സ്കൂളിലേക്ക് അയച്ചു വിട്ടു. എന്നാൽ പിന്നെ ശനിയാഴ്ചയല്ലേ, സ്കൂളുണ്ട്. ഓക്കെ, നമുക്കിനി ഇതിൽ കൂടെ അങ്ങ് പോവാം. ഏതാണ്? ഇത് ട്രാപ്പാണ്. നമുക്ക് എന്താണ് റൈറ്റ് എടുത്ത് പോവാം. ഓക്കെ, നമ്മളങ്ങനെ നൈസായിട്ട് ചാടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്ക് പോയിന്റ് എടുക്കുക. നല്ല ഓവർ സ്പീഡായി തോന്നുന്നു ഞാൻ. സീനില്ലേ? ഇത് എവിടെയാണല്ലോ എത്തിയേ? ഇത് മറ്റേ ഒരു ചാടിക്കണ സാധനമില്ലേ, ആ കണ്ടെയ്നറിൻ്റെ മേലെ കൂടെയാണ് നമ്മൾ പോയത്. നമുക്കിനി സർക്കിളിനുള്ളിൽ കൂടെ അങ്ങ് പോവുക. വഴിയുണ്ടോ അവിടെ? വഴിയുണ്ടോ നോക്കട്ടെ. വഴിയുണ്ട്. ഈ കയറ്റമൊക്കെ ഈ വണ്ടി കയറുമോ? ഈ കയറ്റമൊക്കെ സുഖമായി കയറും. അത് അത്ര വലിയ കയറ്റമൊന്നുമില്ല, ഒരു ചെറിയ കയറ്റം. അതൊക്കെ ഈ വണ്ടി സുഖമായി കയറി. ഇവിടെ ഒരു കണ്ടെയ്നർ ഉണ്ട്. ഈ റേസത്തെ ആദ്യത്തെ കണ്ടെയ്നർ, ചുറ്റിക്കറങ്ങുന്ന കണ്ടെയ്നറാണ് ആദ്യത്തെ. ഗൈസ് അത് കണ്ടോ, അവിടെ ഒരു ട്രാപ്പ് ഉണ്ട് ആ റാമ്പിൻ്റെ അവിടെ. അതുകൊണ്ട് നമുക്ക് അവിടെ പോകണ്ട. ചെക്ക് പോയിന്റ് കിട്ടിയാൽ നമുക്ക് ചെക്ക് പോയിന്റ് മെയിനായിട്ട് വേണം, പിന്നെ അല്ലെങ്കിൽ ആ ചെക്ക് പോയിന്റ് തൊട്ട് കളിക്കേണ്ടേ വരും. നമുക്ക് ഇനി ചെക്ക് പോയിന്റിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങ് പോവാം. യെസ്, ഇപ്പോൾ കറക്റ്റ്, ഇപ്പോൾ സീനില്ല. നമുക്കിനി ഇതിൽ കൂടെ അങ്ങ് പോവാം. ഏതാ വഴി? ഇത്രയും കൂടി സ്പീഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പുറത്തെ കണ്ടെത്തി പോയത് തന്നെ. ആദ്യത്തിന് പോയില്ല. കയറട്ടെ. അതൊക്കെ അത്രേ ഉള്ളൂ ഗൈസ്. അതൊക്കെ ആ വണ്ടി സുഖമായി കയറി, ഒരു ധൃതിയുമില്ല. മെല്ലെ കയറിയാൽ മതി, ഒരു ധൃതിയില്ല സത്യത്തിൽ. എന്താണ് ഞാൻ ഇങ്ങനെ മെല്ലെ കയറണമെന്ന് വെച്ചാൽ അതെനിക്ക് തന്നെ അറിയില്ല. സ്പീഡിൽ കയറിയാൽ പിന്നെ നമ്മൾ താഴെ വീഴും. മെല്ലെ കയറിയാൽ മതി. സ്പീഡിൽ പോയിട്ട് ഒരു ധൃതിയുമില്ല. എന്തിനാ വെറുതെ സ്പീഡിൽ പോയിട്ട്? ഒരു ധൃതിയില്ല ധൃതി. നമുക്കിനി ഇതിൽ കൂടെ അങ്ങ് പോവാം. ഇത് ഇത്തിരി ഹാർഡാണ് തോന്നുന്നു കേട്ടോ. വണ്ടി തിരിക്കാൻ അയ്യോ പോയി. പോയി. ഈ ചെക്ക് പോയിന്റിൻ്റെ അവിടെ തന്നെ നമുക്ക് കറക്റ്റ് വീഴണം. അതാണ് ഇഷ്ടം. നമ്മൾ തിരിച്ച് വീണാം. തിരിച്ച് ചെക്ക് പോയിന്റിൽ വന്നു. ഓക്കെ, നമുക്ക് ഇങ്ങനെ പോവാം. ഇത്തിരി ഹാർഡാണ് കേട്ടോ സാധനം. അയ്യോ പോയി. പിന്നെ നമുക്ക് ചെക്ക് പോയിന്റിൽ പോകേണ്ടി വരും. അങ്ങനെ ഞാൻ അങ്ങനെയൊക്കെ പിന്നെയും ചെക്ക് പോയിന്റിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ പോയി. പോയി. പക്ഷേ ഗൈസ് നമ്മൾ കറക്റ്റ് അങ്ങനെ വന്നതായിരുന്നു കേട്ടോ. ഇപ്പോൾ ശരിക്കും പോയി ഗൈസ്. അങ്ങനെ ഞാൻ പിന്നെയും ഇവിടെ തന്നെ വന്നു ഗൈസ്. എൻ്റെ മോനെ ഇപ്പം താഴേക്ക് പോകണമായിരുന്നു. ഓക്കെ, സെറ്റ്. മറ്റേ എന്തോ ഒരു വട്ടം കറങ്ങ സ്പിന്നർ പോലത്തെ സാധനം നമ്മുടെ മണ്ടയിൽ തട്ടി തന്നെ. ബാക്കിയൊന്നും തട്ടിയില്ല. ഓക്കെ, ഭാഗ്യത്തിന് നമ്മുടെ തലമണ്ടയിൽ തട്ടിയില്ല. ഓക്കെ, ഇവിടെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്. നമുക്ക് ഈ ചെക്ക് പോയിന്റ് എടുക്കാം. നമ്മളങ്ങനെ ആ ചെക്ക് പോയിന്റ് എടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ അങ്ങനെയൊക്കെ പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു റോഡുണ്ട്. അയ്യോ ചെക്ക് പോയിന്റ് ഇട്ടില്ല. ചെക്ക് പോയിന്റ് മെയിനായിട്ട് വേണം ഇവിടെ. ചെക്ക് പോയിന്റ് ഇല്ലെങ്കിൽ കളിയില്ല, അതാണ് ഗൈസ്. ഞാനങ്ങനെ പിന്നെയും ചെക്ക് പോയിന്റ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. സീനില്ല. റേസ് കംപ്ലീറ്റ് ആയാ? ഓവർ സ്പീഡായിട്ട് എങ്ങോട്ടാണ്? ഒരു ധൃതിയില്ല ഓവർ സ്പീഡിൽ പോയിട്ട്. നമുക്കിനി മെല്ലെ പോവാം. ഒരു സീനില്ല. മെല്ലെ പോയാലും ധൃതിയാണ്, സ്പീഡിൽ പോയാലും ധൃതിയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ചെക്ക് പോയിന്റ് എടുത്തു ഗൈസ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് പോവാം. എന്താ റേസ് കഴിഞ്ഞാ? റേസൊന്നും കഴിഞ്ഞിട്ടില്ല, ഇനിയും നിറയുണ്ട്. ഇല്ല, റേസ് കഴിഞ്ഞു. ഗൈസ് ഭാഗ്യത്തിന് പോയില്ല, അല്ലെങ്കിൽ നമുക്ക് തലയിടിച്ച് വീണേനെ. ഗൈസ് റേസൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതൊക്കെ വഴിയില്ലേ? അത് വെള്ള കളർ കണ്ടെയ്നറാണ്, അതുകൊണ്ട് നമുക്ക് കാണില്ല ഗൈസ്. നമുക്കങ്ങനെ 5 കോടി കിട്ടാൻ പോവാണ് ഗൈസ്. അങ്ങനെ നമുക്ക് 5 കോടി കിട്ടി. ബാഗിൻ്റെ ഉള്ളിൽ 5 കോടിയൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതിൽ കൂടെ പോവാം കേട്ടോ. നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, നമുക്കങ്ങനെ 5 കോടി കിട്ടി ഗൈസ്. എൻ്റെ മോനെ, 5 കോടി എന്നൊക്കെ പറയുമ്പോൾ 50 മില്യൺ അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, റോഡ് ടു 700 ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മടിയാണെങ്കിൽ ലൈക്കെങ്കിലും ചെയ്യുക ഗൈസ്. ആ ലൈക്ക് ബട്ടൺ അവിടെ വെറുതെ ഇരിക്കണേ, അത് പിടിച്ച് തൊട്ടാൽ പോരെ. അതങ്ങ് ചെയ്തേക്ക്. എൻ്റെ അമ്മച്ചേ ചത്ത അയാൾ. കുറച്ചാ അവിടെ